പ്ലസ് ടു ബോർഡ് എക്സാമിന് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന ചാപ്റ്റർ എന്ന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് വളരെ ക്വിക്കായിട്ട് നമുക്കൊന്ന് പഠിക്കാം. സോ അത് ബേസിക്കലി നമ്മുടെ ഗ്രാഫാണ്. ഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. കഴിഞ്ഞ വർഷം ഗ്രാഫിൽ നിന്നും ചോദ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മെയിൻലി ഡുവൽ നേച്ചറിൽ ഏറ്റവും നമുക്ക് ആവശ്യം എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ്. സോ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഗ്രാഫിലേക്ക് എത്താം എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ വേഗം ശ്രദ്ധിക്കാം. സോ നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിൽ ഐൻസ്റ്റീൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? മൊത്തം എനർജിയിൽ നിന്നും വർക്ക് ഫംഗ്ഷൻ കുറയ്ക്കുന്നതിനടുത്ത് ഈക്വലാണ്. ഇതിനൊന്നുകൂടെ മാറ്റി എഴുതാൻ നമുക്ക് പഠിക്കണം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൊത്തം എനർജി നമ്മൾ h nu എന്നാണ് പറയുന്നത്. വർക്ക് ഫംഗ്ഷനെ നമുക്ക് φ0 എന്നും വിളിക്കാം. ഇതാണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. നമ്മളെപ്പോഴും ഈ ഇക്വേഷനെ നമ്മുടെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താണ് ഗ്രാഫ് വരയ്ക്കുന്നത്. വളരെ സിമ്പിളാണ്. സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = mx + c ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കമ്പാരിസൺ വരുന്നത്. ഇത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും. സോ ഇത് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അതുമായി കമ്പയറബിൾ ആയിട്ടുള്ള വേരിയബിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഒന്ന് ഗ്രാഫ് വരച്ച് നോക്കാം. സോ ഗ്രാഫ് വരയ്ക്കുമ്പം ഇങ്ങനെയാണ്. നമുക്കറിയാം ഒരു y ആക്സിസ് ഉണ്ടാവും, ഒരു x ആക്സിസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? y ആക്സിന് വേണമെങ്കിൽ താഴേക്കും വരയ്ക്കാം, x ആക്സിസിനെ ഇങ്ങോട്ടും വരയ്ക്കാം. സോ ഇവിടെ വൈയുടെ സ്ഥാനത്ത് ആരാന്ന് നോക്കുക. ഞാൻ അവിടെ കൈനറ്റിക് എനർജീനെ മാർക്ക് ചെയ്തു. എക്സിൻ്റെ സ്ഥാനത്ത് ആരാണോ അയാളെ വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. അത് ഫ്രീക്വൻസിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ഇനി y ഇൻ്റർസെപ്റ്റ്. എന്താണ് ഈ y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? y ആക്സിസിൽ നിന്ന് ആ ഗ്രാഫ് ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ്. അതിവിടെ -φ0 ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവിലാണ് അത് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കണം സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ മേളിലേക്ക് പോകുന്ന ഗ്രാഫ് വരയ്ക്കണം. സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ താഴേക്ക് പോകുന്ന രീതിയിൽ ഗ്രാഫ് വരയ്ക്കണം. സോ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ മേലേക്ക് പോകുന്ന രീതിയിൽ എന്ത് ചെയ്തു? ഗ്രാഫ് വരച്ചു. ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കും. കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? അതേപോലെ തന്നെ y ഇൻ്റർസെപ്റ്റ് എന്താണ്? അപ്പോൾ നമുക്കിവിടെ നോക്കാം. എമ്മിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ആരാന്ന് നോക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എഴുതാം സ്ലോപ്പ് എന്ന് പറയുന്നത് ആരാണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് h ആണ്. y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വർക്ക് ഫംഗ്ഷൻ ആണ്. പക്ഷേ നെഗറ്റീവാണ്. -φ0 എന്ന് വേണം കൊടുക്കാൻ. എന്ത് വേണം കൊടുക്കാൻ? -φ0 എന്ന് വേണം കൊടുക്കാൻ. ഇതിങ്ങനെ മാത്രമല്ല വേറെ രീതിയിൽ നമുക്ക് ഗ്രാഫ് ചോദിക്കും. അതിനു മുമ്പ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ വർഷം മാക്സിമം കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസിയുടെ 4 ഗ്രാഫുകൾ തന്നിട്ട് ആ ഗ്രാഫിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗ്രാഫ്. ഒരു ഗ്രാഫിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു, ഒരു ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു, ഒരു ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു, ഒരു ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്ന ഗ്രാഫ് ഉണ്ടായിരുന്നു. ഈ 4 ഓപ്ഷൻസ് നിന്ന് നമ്മളിപ്പോൾ കണ്ട ഗ്രാഫ് ഏതാണ് എന്ന് വേണം ചൂസ് ചെയ്യാൻ. ഇപ്പോൾ കണ്ട ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? ഈ ഭാഗം ഇങ്ങനെ പോകുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ താഴത്തെ ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടുമില്ല. താഴത്തെ ഭാഗങ്ങളിൽ ഗ്രാഫ് ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഗ്രാഫ് എങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഗ്രാഫ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വേണം ചൂസ് ചെയ്യാൻ? ഇത് വേണം ചൂസ് ചെയ്യാൻ. കാരണം ഇത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടുന്ന് പോയി ഇങ്ങനെ പോന്നു എന്ന രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്, മിനിമം ഫ്രീക്വൻസിയാണ്. സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാം. ഇനി നമ്മളിപ്പോൾ ഇക്വേഷൻ കണ്ടിരുന്നു. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? h nu - φ0 ആണ്. ഈ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, ഈ മാക്സിമം കൈനറ്റിക് എനർജി, ഇതും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. എന്തായിരുന്നു? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ EV0. ഈ V0യ്ക്കാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും അതിലെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഷുവറായിട്ടും ഒരുപാട് ചാൻസ് ഉണ്ട് ചോദിക്കാൻ. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിക്ക് പകരം EV0 എന്ന് കൊടുക്കാം, = h nu - φ0 എന്ന് കൊടുക്കാം. ഇനി എനിക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ താഴേക്ക് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2 ടേമുകളുണ്ട്. ആ 2 ടേമുകളിലേക്കും ഈ പോകും. അപ്പോൾ എനിക്ക് ഇവിടെ എഴുതാം h/e nu - φ0/e എന്ന് വരും. കണ്ടോ? അപ്പോൾ എനിക്കിവിടെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ മാത്രമായി മാറി. ഇനി നമുക്ക് y = mx + c എഴുതാം. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. എങ്ങനെ വരയ്ക്കുക? y ആക്സിസും x ആക്സിസും വരയ്ക്കാം. y ആക്സിസിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്, x ആക്സിസിൽ വേണം നമ്മൾ ഫ്രീക്വൻസിനെ വരയ്ക്കാൻ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കുക, y ഇൻ്റർസെപ്റ്റ് ആണ് ഈ കാണുന്നത്. അതും നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവാണ്, സ്ലോപ്പ് പോസിറ്റീവാണ്. അപ്പം ഇങ്ങനെ മേലേക്ക് വേണം ഗ്രാഫ് വരയ്ക്കാൻ. എന്നിട്ട് ഇവിടെ നിങ്ങൾ φ0/e എന്ന് മാർക്ക് ചെയ്യണം. നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ φ0/e മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ സ്ലോപ്പ് എഴുതാം. സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റിയാണ്, അത് h/e ആണ്. y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് സിയോട് സാമ്യമുള്ള ആരാന്ന് വെച്ചാൽ -φ0/e ആണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ ഗ്രാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രീതിയിൽ അല്ലെങ്കിൽ സ്ലോപ്പ് എന്താണെന്നൊക്കെ നമുക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്